ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഉള്ളിച്ചെടിയും അതായത് സ്പ്രിംഗ് ഓണിയനും പിന്നെ വള്ളിപ്പയർ ബീൻസുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഫ്രൈങ് പാൻ വെച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുകിടുന്നതായിരിക്കും. അപ്പോൾ എണ്ണ ഇട്ടിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമ്മളിപ്പോൾ കടുകിടുവാണ്. ഉള്ളിച്ചെടിയും സ്പ്രിംഗ് ഓണിയനും ബീൻസും എല്ലാം മമ്മി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ, ഒരു രണ്ടല്ല 3 പച്ചമുളകും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി മുളയ്ക്കുന്നതിന് മുൻപേ എടുക്കുന്ന ഒരു തരം ഇതാണ്. ഉള്ളിയുടെ തന്നെ ഒരു സ്മോൾ ഫോമാണ്, ചെറിയൊരു രൂപമാണിത് സ്പ്രിംഗ് ഓണിയൻ. അപ്പോൾ ഇതും കട്ട് ചെയ്യുന്ന ടൈമിൽ കണ്ണെരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനടുത്ത് കടുകിടാൻ പോവുകയാണ്. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഇതിലിട്ടത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കും. ഇതിൽ നമുക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് സവാള ഇടേണ്ട ആവശ്യമില്ല ഈ തോന്നി. കാരണം സവാളയുടെ വേറൊരു ഫോമാണ് നമ്മൾ ഇതിലിടുന്നത്. ചെറിയ ഉള്ളിയല്ല സ്പ്രിംഗ് ഓണിയൻ. സോ നമുക്കതിൽ സവാള ഇടേണ്ട ആവശ്യമില്ല. സവാളയോ ചെറിയ ഉള്ളിയോ ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിൽ ഉള്ളിച്ചെടി നമ്മൾ ഇടുന്നുണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഇടുന്നുണ്ട്. സോ അതിൻ്റെ ആവശ്യമില്ല. സോ ആദ്യം നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ച ബീൻസും സ്പ്രിംഗ് ഓണിയനും ഇതിലോട്ട് നമ്മൾ ഇട്ടിരിക്കുന്നു. അത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പസമയത്ത് നമുക്ക് അടച്ചു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഇരുന്ന് വെന്തോളും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടച്ചു വെച്ചിരുന്നതിനെ തുറന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ ഇതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിടുകയാണ്. അതോടൊപ്പം നമ്മൾ കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.